നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. തളിയൽ അരശുമൂട് സ്വദേശികളായ ബാലു, റോഷൻ എന്നിവരാണ് പിടിയിലായത്. കൊഞ്ചരവിള സ്വദേശി അനന്തു ഗിരീഷിനെ 8 അംഗ സംഘം ഇരു കൈകളിലെയും ഞരമ്പറുത്തും ക്രൂരമായി മർദ്ദിച്ചുമാണ് കൊലപ്പെടുത്തിയത്. കരമനയിൽ ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാടിനുള്ളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗരുഡിൽ, DCP ആർ ആദിത്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊലയാളി സംഘത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്തത്. തളിയിൽ അരിശുമൂട് സ്വദേശികളായ ബാലു, റോഷൻ എന്നിവരാണ് പിടിയിലായത്. കൊഞ്ചരവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം യുവാക്കൾ തമ്മിൽ നടന്ന അടിപിടി തട്ടിക്കൊണ്ടുപോകലിലും പിന്നീട് കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 തളിയലിലെ ബേക്കറിയിൽ നിന്ന് അനന്തുവിനെ 8 അംഗ സംഘം ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി. യുവാവിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം കരമന പോലീസിൽ പരാതി നൽകി. തട്ടിക്കൊണ്ടുപോയവരുമായി ബന്ധമുള്ള യുവാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൈമനത്ത് ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാട്ടിൽ മൃതദേഹം കണ്ടെത്തി. ഇരു കൈകളിലെയും ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. ശരീരമാസകലം മുറിപ്പാടുകളുമുണ്ടായിരുന്നു. സംഭവ ദിവസം ഉച്ചയ്ക്ക് 1:30 പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടന്ന സ്ഥലത്ത് വൈകിട്ട് അനന്തു ഗിരീഷിനെ എത്തിച്ചായിരുന്നു കൊലപാതകം. കൊലപാതകമാണെന്ന് പോലീസ് ആദ്യം തന്നെ സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള കൂടുതൽ പേരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തും. അറസ്റ്റിലായ ബാലു, റോഷൻ എന്നിവർക്ക് പുറമെ ശരത്ത്, വിനീഷ്, വിഷ്ണു, സുമേഷ്, കുഞ്ഞുവാവ, അരുൺ ബാബു എന്നിവരും കൊലപാതക സംഘത്തിലുണ്ടായിരുന്നു. മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വാഴയൂർ പെരുമണ്ണപ്പാലം പദ്ധതി എങ്ങും എത്തിയില്ല. 15 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കാത്തതിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് പ്രഖ്യാപിച്ച വാഴയൂർ പെരുമണ്ണപ്പാലം പദ്ധതിയാണ് അനിശ്ചിതത്വത്തിലായത്. സർവേ നടപടികൾ എങ്ങും എത്തിയില്ല. ഇരു കരകൾക്കിടയിലുമുള്ള 300 മീറ്റർ യാത്രയ്ക്ക് നിലവിൽ 15 കിലോമീറ്റർ പുഴയിലൂടെ യാത്ര ചെയ്യണം. 2 ജില്ലകളിലുമുള്ള MLA-മാരുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ മാത്രമേ പാലം യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോഴിക്കോട്ടേക്ക് ഏറ്റവും എളുപ്പമുള്ള ദൂരം ഇത് തന്നെയായിരുന്നു, ഈ വഴിയായിരുന്നു. ഈ കടലാസുകൾ എന്താ പറയാ, സാധാരണ രീതിയിൽ പറയുന്ന പോലെ ചുവപ്പ് നാടയിൽ കുടുങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അതൊരു പ്രയോജനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ സമയത്തെങ്കിലും എന്തെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വാഴയൂർ പഞ്ചായത്തിനെയും കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിനെയും ബന്ധപ്പെടുത്താൻ തോണി സർവീസ് ഉണ്ടായിരുന്നു. 2 വർഷം മുൻപ് അതും നിലച്ചു. ഇതോടെ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മറുകരയിലെത്താൻ സ്വന്തം തോണികൾ മാത്രമാണ് ആശ്രയം. പുഴ കരകവിയുമ്പോൾ യാത്ര മുടങ്ങും. പാലം നിർമ്മിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 മലപ്പുറം. അതേസമയം പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് TV ഇബ്രാഹിം MLA പ്രതികരിച്ചു. മണ്ഡലത്തിലെ തന്നെ 2 പാലങ്ങൾ, എളമരങ്കടവ് പാലവും അതുപോലെ തന്നെ കൂളിമാട് പാലവും വന്നത് വലിയൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത ശ്രദ്ധ ഇനി ഈ പെരുമണ്ണയുമായി ബന്ധപ്പെടുത്തുന്ന വാഴയൂർ പെരുമണ്ണയെ ബന്ധപ്പെടുത്തുന്ന ഈ പാലത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി നഗരത്തിൽ റോഡ് വികസന സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. 2 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾക്ക് പരിഹാരമായാണ് 2 കോടിയോളം രൂപ ചെലവിട്ട കരുനാഗപ്പള്ളി നഗരത്തിൽ 3 വരിപ്പാത ഒരുക്കുന്നത്. ദേശീയപാതയ്ക്ക് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ തുടങ്ങി. പോലീസ് സ്റ്റേഷന് മുന്നിലെ ഡിവൈഡറിന് സമീപം വരെയാണ് റോഡിന്റെ വീതി കൂട്ടുന്നത്. ഇരുഭാഗത്തും കാൽനട യാത്രക്കാർക്കായി പ്രത്യേക നടപ്പാതയും നിർമ്മിക്കും. റോഡുകളെ വേർതിരിക്കുന്നിടത്ത് ഗാർഡനും ഉണ്ടാകും. KSRTCക്ക് സമീപം സിഗ്നൽ ലൈറ്റും സ്ഥാപിക്കും. നമ്മൾ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഒരു വർഷത്തിന് മുമ്പ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി PWD നാഷണൽ അതോറിറ്റിക്ക് കൊടുത്തിരുന്നു. അതുപ്രകാരം 2.30 ലക്ഷം രൂപയുടെ ഒരു വർക്കാണ് നമുക്ക് അനുവദിച്ചത്. IMA ഹാളിന് മുൻഭാഗത്തും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുമുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി നിർമ്മിക്കുന്ന ഓടയുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. IMA ഹാളിന് മുന്നിൽ നിന്നും ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയാണ് ഓട നിർമ്മാണം. ഇത് കിഴക്കോട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഓടയുമായി ബന്ധിപ്പിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ടൗണിലെ ഗതാഗതക്കുരുക്കും വെള്ളക്കെട്ടും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കരുനാഗപ്പള്ളി. കണ്ണൂർ ആലക്കോട് മോറാനിയിൽ അപകടത്തിൽപ്പെട്ട പിക്കപ്പ് വാൻ നീക്കം ചെയ്യാത്തത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതായി പരാതി. 2 മാസം മുമ്പ് മൺതിട്ടയിൽ ഇടിച്ചു മറിഞ്ഞ വാൻ ഇപ്പോഴും റോഡിൽ തന്നെയാണ് കിടക്കുന്നത്. ആലക്കോട് നിന്നും നെല്ലിക്കുന്നിലേക്കുള്ള റോഡിലാണ് 2 മാസം മുമ്പ് പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടത്. മൺതിട്ടയിലിടിച്ച് വാൻ മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ വാഹനം ഉപേക്ഷിച്ച് ഉടമകൾ കടന്നുകളഞ്ഞു. പിന്നീട് പോലീസോ റോഡ് സുരക്ഷാ അധികൃതരോ വാൻ നീക്കാൻ തുടർ നടപടി സ്വീകരിച്ചില്ല. വീതി കുറഞ്ഞ റോഡായതിനാൽ ഏറെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ
ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതാ ഈ മുകളിൽ കാണുന്ന വലിയൊരു കയറ്റം. ഈ കയറ്റത്തിൽ നിന്ന് മിറ്റൽ വണ്ടിയൊക്കെ ആയിട്ട് 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി ദിവസവും കടന്നു പോകുന്നതാണ്. അതുപോലെ ഒട്ടനവധി ഈ ബൈക്കുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകളും ഇതുവഴി കടന്നു പോകുന്നതാണ്. അതുപോലെ ഈ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ താഴെ കയറ്റം കയറി വരുന്ന വാഹനങ്ങളാണ്. ഇവിടെ ഒരു സൈഡ് കൊടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള വീതി കുറഞ്ഞ റോഡാണ്. കാസർഗോഡ് സ്വദേശിയുടേതാണ് വാഹനമെന്ന് പരിശോധനയിൽ വ്യക്തമായെങ്കിലും ഉടമസ്ഥനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എതിരെ വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറക്കുന്ന രീതിയിലാണ് വാൻ കിടക്കുന്നത്. ഇത് മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് 18 ആലക്കോട്. കണ്ണൂർ ചപ്പാരപ്പടവ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. രൂക്ഷമായ വേനലിൽ കുടിവെള്ളത്തിന് പ്രദേശവാസികൾ നെട്ടോട്ടമോടുമ്പോഴാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് ദിവസവും പാഴാകുന്നത്. പക്ഷേ അധികൃതർ കണ്ടമട്ടില്ല. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ജല അതോറിറ്റി തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഈ പ്രദേശം എന്ന് പറയുന്നത് കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. എല്ലാ കിണറുകളും അതുപോലെ തന്നെ കുഴൽ കിണറുകളും ഒക്കെ വറ്റി വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ തന്നെ ഈ മാർച്ച് മാസത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്. ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന പൈപ്പാണിത്. മലയോര മേഖലയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായും പരാതിയുണ്ട്. എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം സുഗമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കണ്ണൂർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ശുദ്ധജല പദ്ധതി നിർമ്മാണം ആരംഭിച്ചു. മധ്യമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ 20 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റൂസ ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. കോളേജും മധ്യമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തിന് സമീപം 160 ചതുരശ്ര അടി ആഴത്തിൽ കിണർ നിർമ്മിക്കും. കിണറിൽ നിന്ന് 600 മീറ്റർ അകലെയുള്ള കോളേജിലെ ജലസംഭരണിയിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലമെത്തിക്കും. നിലവിൽ കുഴൽക്കിണറിൽ നിന്നാണ് കോളേജിലേക്ക് ജലമെത്തിക്കുന്നത്. ഏകദേശം നന്നായിട്ട് വെള്ളം ലഭ്യമാണ്. ഇനി ബാക്കി കുറച്ചും കൂടി പണി തീരാനുണ്ട്. ഏകദേശം ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ അത് പണി പൂർത്തിയാകുന്നതാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്കും പുതുതായി പണിയുന്ന സയൻസ് ബ്ലോക്കിലേക്കും ക്വാർട്ടേഴ്സിലേക്കും കോളേജിലേക്കും ആവശ്യത്തിന് വെള്ളം അതിൽ നിന്നും ലഭ്യമാകും. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. ഇടുക്കി സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരുവിളാംചാൽ ആദിവാസി കുടിയിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ആദിവാസി കുടികളിൽ ഫലവൃക്ഷ തൈകൾ നൽകുന്ന പദ്ധതിയുടെ 2ാം ഘട്ട വിതരണമാണ് അരുവിളഞ്ചാലിൽ നടന്നത്. ഫലവൃക്ഷ തൈകൾക്കൊപ്പം ജാതിത്തൈകളും ആദിവാസികൾക്ക് വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് തൈകൾ വിതരണം ചെയ്തത്. 65ഓളം ആദിവാസി കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രയോജനപ്പെട്ടത്. മാവ്, റംബൂട്ടാൻ, ലിച്ചി, പാഷൻ ഫ്രൂട്ട്, സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തൈകളാണ് നൽകുന്നത്. ആദിവാസി മൂപ്പൻ ഷാജി പൊന്നപ്പന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ജോർജ് കുര്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആദ്യഘട്ടങ്ങളിൽ ആട്, മറ്റ് തയ്യൽ മെഷീന്, അതുപോലെ തന്നെ ടില്ലർ ഇവയെല്ലാം വിതരണം ചെയ്യുകയും 2ാം ഘട്ടമായിട്ട് കാർഷിക മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ചും ഈ കാലവർഷക്കെടുതിയിൽ ധാരാളം നാശനഷ്ടങ്ങളുണ്ടായപ്പോൾ അവരുടെ ഉന്നമനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ജാതി തൈകൾ, ഫലവൃക്ഷ തൈകൾ ഇവയെല്ലാം 10 ലക്ഷം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച്. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ ട്രെയിൻ സമയം. തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി ഓടും. മംഗളൂർ മെയിൽ 26 മിനിറ്റ് വൈകും. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2 മണിക്കൂർ 16 മിനിറ്റ് വൈകും. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 33 മിനിറ്റാണ് വൈകി ഓടുന്നത്. ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ 1.5 മണിക്കൂർ വൈകി 9:30 പുറപ്പെടുകയും
ഇന്നത്തെ ഗതാഗത നിയന്ത്രണം. മാവൂർ കുളിമാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ കൈത്തൂട്ടിമുക്ക് വഴി തന്നെ സർവീസ് നടത്തും. വൈദ്യുതി മുടങ്ങുന്ന പ്രദേശങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ മൈക്കാവ, കാഞ്ഞിരാട്, വേളാങ്കോട്, കരിമ്പാലക്കുന്ന്, മായഞ്ചേരി പൊയിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ 9 മണി മുതൽ 5 മണി വരെ വൈദ്യുതി മുടങ്ങും. കണ്ണൂർ ഇരിക്കൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ മലപ്പട്ടം, മുനമ്പങ്കടവ്, കുപ്പം, അടിച്ചേരി, കാപ്പാടുകുന്ന് എന്നിവിടങ്ങളിൽ വൈകുന്നേരം 4 മണി വരെ വൈദ്യുതി മുടങ്ങും. കണ്ണൂർ മാടായി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ RC ചർച്ച്, CSI ചർച്ച്, വാടിക്കൽ, യാസിൻ പള്ളി, മഞ്ഞേരവളപ്പ് എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി മുടങ്ങും. കണ്ണൂർ പഴയങ്ങാടി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ ചെമ്പല്ലിക്കുണ്ട്, വെങ്ങര, വെങ്ങരമുക്ക്, ശാസ്ത്രനഗർ, കൊവ്വപ്പുറം, അരുംഭാഗം, രാമപുരം, വയലപ്ര എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെ വൈദ്യുതി മുടങ്ങും. കണ്ണൂർ ധർമ്മശാല ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ധർമ്മശാല, കോഫി ഹൗസ്, എഞ്ചിനീയറിംഗ് കോളേജ്, ദൂരദർശൻ, സർവീസ് സ്റ്റേഷൻ എന്നീ മേഖലകളിൽ വൈകുന്നേരം 3 മണി വരെ വൈദ്യുതി മുടങ്ങും. ശിവപുരം ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഇടവേലിക്കൽ, അയ്യല്ലൂർ, ശിവപുരം എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വൈദ്യുതി മുടങ്ങുക. മട്ടന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ KWA, വെള്ളിയമ്പ്ര എന്നീ 11 kV ഫീഡറുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഏഴന്നൂർ, അരീച്ചാൽ, അക്കരവയൽ, എലിപ്പറമ്പ, കൊട്ടാരം, തെരുവാട്, റേഷൻ പീടിക, പറയനാട്, പറമ്പിൽ, വിസ്മയ, നമ്പ്യാർ പീടിക ഭാഗങ്ങളിൽ 5 മണി വരെ വൈദ്യുതി മുടങ്ങും. കണ്ണൂർ ചൊവ്വ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഭഗവതി വില്ല, ഭഗവതിമുക്ക്, ബ്ലോക്ക്, കിഴുന്നപ്പള്ളി, കിഴുന്നപ്പാറ, ഉറുമ്പച്ചൻകാട്ടം, താഴെ മണ്ഡപം, ഏഴര, സലഫിപ്പള്ളി, മുനമ്പ്, ഭക്തമുക്ക്, ജീസൺസ് എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ വൈദ്യുതി മുടങ്ങും. ശ്രീകണ്ഠാപുരം ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ചെങ്ങളായി ടൗൺ, അരിമ്പ്ര, നെല്ലിക്കുന്ന, മുക്കാടം, ചെമ്പിലേരി എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി മുടങ്ങും. തയ്യിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വട്ടക്കുളം, കുറുവ ബാങ്ക് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി മുടങ്ങും. ഇനി മറ്റ് അറിയിപ്പുകൾ. വിവിധ കേന്ദ്രങ്ങളിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന നിയമനത്തിനായുള്ള അഭിമുഖങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. മാറ്റിയ അഭിമുഖങ്ങളുടെ വിവരങ്ങൾ ഇനി പറയുന്നു. കേരള സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷനിൽ ക്ലാസ് 4 തസ്തികയിലേക്ക് ഇന്നും നാളെ നടത്താനിരുന്ന അഭിമുഖങ്ങളാണ് മാറ്റിവെച്ചത്. പാലക്കാട് ജില്ലാ പ്ലാനിംഗ് ഓഫീസിലേക്ക് IT വിദഗ്ധൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിന് ഇന്നും നാളെ നടത്താനിരുന്ന കൂടിക്കാഴ്ചയും മാറ്റിവെച്ചു. ദേശീയ ആരോഗ്യ ദൗത്യ പദ്ധതിക്ക് കീഴിൽ സ്റ്റാഫ് നഴ്സ്, ഓഡിയോമെട്രിക് അസിസ്റ്റന്റ്, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് തസ്തികകളിൽ പാലക്കാട് ഇന്ന് നടത്താനിരുന്ന അഭിമുഖം മാറ്റിവെച്ചതായി NHM ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വിതരണം ചെയ്യുന്ന നാവിക് ഉപകരണത്തിനായി മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകൾക്ക് അപേക്ഷിക്കാം. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളതും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നതും 12 നോട്ടിക്കൽ മൈലിന് പുറത്ത് മത്സ്യബന്ധനം നടത്തുന്നതും രജിസ്ട്രേഷനും ലൈസൻസുമുള്ളതുമായ യാനങ്ങളുടെ ഉടമകൾ അപേക്ഷിച്ചാൽ മതിയാകും. അപേക്ഷാ ഫോറം ഫിഷറീസ് വകുപ്പ്, കണ്ണൂർ ജില്ലാ ഓഫീസ്, ഫിഷറീസ് സ്റ്റേഷൻ, മത്സ്യഭവനുകൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. അപേക്ഷകൾ മാർച്ച് 16 വരെ അതാത് ഓഫീസുകളിൽ സ്വീകരിക്കും. ഇന്നലെ കേരളത്തിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തൃശൂർ രാമനിലയത്തിൽ നിന്ന് തൃപ്പയാറിലേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുന്നു.
ശ്രീനാഥ്, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയത്. പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് കഴിഞ്ഞ ദിവസം നേതാക്കളുമായി അദ്ദേഹം നടത്തിയത്. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ ഇന്നത്തെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? ജോയ് നായർ, തിരക്കിട്ട പരിപാടികളാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലുള്ളത്. അദ്ദേഹം ഇപ്പോൾ രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് തൃശൂർ. അവിടെ ഇപ്പോൾ അദ്ദേഹം രാവിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മുഗൾ വാസനിക്കടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. പ്രധാനമായിട്ടും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖരായ 3 നേതാക്കൾ, അതായത് ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ.സി. വേണുഗോപാൽ, ഇവർ 3 പേര് മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇവരിൽ ഒരാളെങ്കിലും മത്സരിക്കണം എന്നൊരു സൂചന അദ്ദേഹം നൽകിയതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ആ ചർച്ചകൾ നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതിയും ചേരുന്നുണ്ട്. മറ്റന്നാൾ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അന്തിമ രൂപമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള പ്രാഥമിക ചർച്ചയാണ് ഇന്നലെ രാത്രിയുമായി തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നടന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തൃപ്പയാറാണ് ആദ്യത്തെ യോഗം. ഫിഷർമെൻ പാർലമെന്റിലെ യോഗത്തിലാണ് അദ്ദേഹം ആദ്യം സംബന്ധിക്കുക. അത് 10 മണിക്കാണ് ആ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നേരെ കണ്ണൂരേക്ക് പോകും. കണ്ണൂര് കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ മാതാപിതാക്കളെ കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കാസർഗോട്ടേക്ക് പോകുക. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് അദ്ദേഹം സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഇന്നത്തെ ഈ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം വ്യക്തമാക്കുന്നത്. അതായത് CPM കൊലയാളികളുടെ CPMന്റെ കൊലയാളി രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള ആ ഒരു സന്ദേശമായിരിക്കും തെരഞ്ഞെടുപ്പിലുടനീളം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ശ്രീനാഥ്, കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി ചർച്ചയ്ക്ക് ശേഷം എപ്പോഴാണ് പൊതുസമ്മേളനം നടക്കുക? മറ്റ് ഏതൊക്കെ നേതാക്കളാണ് രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നത്? ഇന്ന് പൊതുസമ്മേളനം നടക്കുന്നത് 3:30 പൊതുസമ്മേളനം നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം 6:30 അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അതിന് മുമ്പായി തന്നെ ഈ കണ്ണൂരെയും കാസർഗോട്ടെയും രക്തസാക്ഷികളുടെ വീടുകളും അദ്ദേഹത്തിന് സന്ദർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തിരക്കിട്ട സന്ദർശന പരിപാടിയായിരിക്കും ഇന്ന് നടക്കുക. അദ്ദേഹത്തോടൊപ്പം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുഗൾ വാസനിക്ക്, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇന്നലെ രാത്രിയും രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് ആ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ താമസിച്ചിരുന്നത്. അവർ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും അദ്ദേഹവുമായി പ്രാഥമികമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ശ്രീനാഥ്, കേരളത്തിലെ മറ്റ് സഖ്യസാധ്യതകൾ, UDFന്റെ സഖ്യസാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ നടന്നിരുന്നു? അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിച്ചിരുന്നോ? കേരളത്തിൽ പ്രത്യേകിച്ച് UDFിലെ 2 കക്ഷികൾക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ധാരണയായിരുന്നു. അത് സംബന്ധിച്ച് മറ്റ് ചർച്ചകളൊന്നും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനുമാണ് സീറ്റ് നൽകുന്നത്. അത് സംബന്ധിച്ച് UDF തന്നെ ധാരണയിലെത്തിയിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. മറ്റ് സഖ്യ ധാരണകളൊന്നും തന്നെ കേരളത്തിൽ സംബന്ധിച്ചുണ്ടാവില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസ് തന്നെയാണ് പ്രധാനപ്പെട്ട കക്ഷി. അതുകൊണ്ട് മറ്റ് പുറമേ നിന്നുള്ള കക്ഷികളുടെ വലിയ പിന്തുണ കോൺഗ്രസിന് കേരളത്തിൽ ആവശ്യമില്ല. എങ്കിലും മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസിലെ കോട്ടയത്തെ സീറ്റ് സംബന്ധിച്ചും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഉടനെ പരിഹരിക്കണം
അതൊക്കെ തന്നെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ പരിഹരിക്കണം എന്നൊരു നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മറ്റന്നാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതോടുകൂടി വളരെ സജ്ജമായ രീതിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ തന്നെ വളരെ വൈകിയിരിക്കുന്നു. ഇനിയും കാലതാമസം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഘടകകക്ഷികളും കോൺഗ്രസും ശക്തമായി മുന്നോട്ട് വരണം എന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശ്രീനാഥ്, തുടരുക. രാഹുൽ ഗാന്ധി തൃശൂർ രാമനിലയത്തിൽ നിന്ന് തൃപ്രയാറിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. കോൺഗ്രസിൽ സീറ്റ് ധാരണ സംബന്ധിച്ച ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്നും നേതാക്കളുമായി അദ്ദേഹം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി എന്നിവർ മത്സരിക്കുകയില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്ന് പ്രധാനമായും രാഹുൽ ഗാന്ധി കൊല്ലപ്പെട്ട രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ട ഷുഹൈബിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് കാണും, അവരുമായി കൂടിക്കാഴ്ച നടത്തും. അതുപോലെ പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിക്കും. അവരുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും വൈകുന്നേരം പെരിയയിൽ നടക്കുന്ന സമ്മേളനമാകും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഉദ്ഘാടന സമ്മേളനം എന്ന് കഴിഞ്ഞ ദിവസം നേതാവ് T. സിദ്ദിഖ് തന്നെ പറഞ്ഞിരുന്നു. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി തൃപ്രയാറിലേക്ക് പുറപ്പെടും. വിവരങ്ങൾ നൽകിയത് ശ്രീനാഥ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.